വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ഇറ്റ്സ് മീ ശ്രീലക്ഷ്മി നിശാന്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ എൻ്റെ മൈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഇതിലോട്ട് എങ്ങനെ ആയി എന്നുള്ളത്. ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ കുറച്ച് ബൾക്കി നേച്ചറുള്ള ഒരാളായിരുന്നു. +1 +2 my school days, even my college days, BTech MBA BTech days ഒക്കെ ഞാൻ ഭയങ്കര ബൾക്കിയായിരുന്നു. ഐ ഹാവ് സം തൈറോയിഡ് ഇഷ്യൂസ്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ കൊണ്ടായിരിക്കണം നല്ല രീതിയിലുള്ളൊരു വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 90 വരെ ആയിട്ടുണ്ട്. And I faced lot of body shaming, bullying, even in my college, even in my school. അപ്പോൾ അങ്ങനെ BTech കഴിഞ്ഞപ്പോൾ ഞാൻ ഐ വിഷ് ടു ജോയിൻ MBA. അപ്പോൾ അതിൻ്റെ എൻട്രൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഗ്യാപ്പുള്ള സമയത്ത് ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഫോർ ദാറ്റ് ഐ ജോയിൻഡ് ജിം. ഞാൻ ആദ്യം പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പം നൗ ഐ ആം 33 ഇയേഴ്സ് ഉണ്ട് എനിക്ക്. ഞാനപ്പോൾ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ BTech. ഒരു 22 ഇയേഴ്സ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 90 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. അപ്പം വി ഹാവ് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഓഫ് എയറോബിക്സ് ആൻഡ് അതല്ലാതെ വെയിറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഡയറ്റ്സ് നോക്കിയിട്ടുണ്ട്. ക്രാഷ് ഡയറ്റ്സ് നോക്കിയിട്ടുണ്ട്, കീറ്റോ, അങ്ങനെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരായിട്ട് ഞാൻ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നോക്കിയത്. ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ഡേ ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ പറയുന്നവർ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ആൻഡ് ജോയിൻ എ ജിം. ജിമ്മിൽ ജോയിൻ ചെയ്ത ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പോയ ഉടനെ ഒരു മാറ്റം കാണത്തില്ല, പക്ഷേ ഗ്രാജുവലി നമ്മളുടെ ഫിസിക്കിലൊക്കെ നല്ല മാറ്റങ്ങൾ വരും. അത് വിറ്റ്നസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാറ്റി വയ്ക്കാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് ബുള്ളിങ്, ഒരുപാട് ബോഡി ഷേമിങ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കുറയ്ക്കണമെന്ന്. ഐ വാസ് വെരി കംഫർട്ടബിൾ. ഞാൻ എൻ്റെ ഷേപ്പിനും വെയ്റ്റിനും ഒക്കെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു, ഈവൻ മൈ തൈറോയിഡ്. പിന്നെ അല്ലാതെ ബ്രീത്തിങ്, സ്റ്റാമിന കുറഞ്ഞു. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്ന് വെയിറ്റ് കുറയ്ക്കാം. പക്ഷെ അത് അത്ര ഈസിയുള്ള ജോബല്ലായിരുന്നു. എനിക്കൊരു എഫക്റ്റീവായിട്ടുള്ളതായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടായിരുന്നു. ഈ പൾസസ്, ഈ മുളപ്പിച്ച പയർ, മുട്ട, ചിക്കനൊക്കെ കഴിക്കുമായിരുന്നു. ഒരു ക്രാഷ് ഡയറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വളരെ റോങ് ആണ്. നമ്മുടെ ജിം ഇൻസ്ട്രക്ടറോ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കുക. നമുക്ക് വീട്ടിലുള്ള ആഹാരം വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കാവുന്നതാണ്. ഈ ഫ്രൈഡ് ഐറ്റംസ്, ഈ ക്രീം ഐറ്റംസ്, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ തന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മാജിക് ഒന്നുമില്ല കേട്ടോ, ഭയങ്കര ഹാർഡ് വർക്ക് തന്നെ വേണം നമുക്ക്. അല്ലാതെ ഈ ഡ്രിങ്ക് കുടിച്ചാൽ വലിയും അതിലൊന്നും ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. ഈവൻ സം ഓഫ് ദ ഡ്രിങ്ക്സ് ക്യാൻ ബൂസ്റ്റ് മെറ്റബോളിസം. നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഫസ്റ്റ് ഗോ ആൻഡ് ജോയിൻ ദ ജിം. 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഈറ്റ് ക്ലീൻ. ഞാൻ ഇപ്പോഴും ജങ്ക്സും എല്ലാം കഴിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. ആഴ്ചയിൽ പക്ഷേ ഐ ഹാവ് എ ബാലൻസ്ഡ് മീൽ. ഇപ്പം മമ്മൂട്ടി പറയുന്ന പോലെ എനിക്കിഷ്ടം പോലെ, എനിക്ക് മതിയാവുന്ന വരെ കഴിക്കും. ഇഷ്ടം പോലെ കഴിക്കത്തില്ല. ഒരു കൊതിക്ക് വേണ്ടി എൻ്റെ ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഴിക്കും. പിന്നെ ഞാൻ ഇപ്പോഴും ഏർലി ഡിന്നറാണ്. ഒരു അറൗണ്ട് 6:37 എൻ്റെ ഡിന്നർ ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. പിന്നെ ഞാനൊരു 8:30 8 o'clock
8:30 രാവിലെ ഒരു 8:30 മുമ്പായിട്ട് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇഡ്ഡലി, സാമ്പാർ, ദോശ. ഇഡ്ഡലി ആണെങ്കിൽ 3 ഇഡ്ഡലി, ഒരു വേവിച്ച മുട്ട, ഇതൊക്കെ ആയിരിക്കും. ചായയും കുടിക്കാം. എനിക്ക് ടീ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പണ്ട് മധുരം ഇടാതെ കുടിക്കും, ഇപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കുടിക്കാറുണ്ട്. ഇപ്പോഴും ജിമ്മിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ റുട്ടീൻസ്. നമുക്കൊരു ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ഫേസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് തുടങ്ങാൻ വേണ്ടി. പക്ഷേ ഒന്ന് തുടങ്ങി കിട്ടി നമുക്ക് ചേഞ്ചസൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് സത്യമായിട്ട് ഭയങ്കര മോട്ടിവേഷനാണ്. പിന്നെ നമുക്ക് എന്നും അതൊക്കെയാണ് എൻ്റെ റുട്ടീൻ. ഉച്ചയ്ക്ക് ചോറായാലും കുറച്ച് ചോറും ഈ ചീരത്തോരൻ, പിന്നെ ഫിഷൊക്കെ ചെറുതായിട്ട് ഞാനും മീൻ പൊരിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് ഓയിലല്ല, ചെറിയ ഓയിലൊക്കെ ഇപ്പോൾ മീൻ പൊരിച്ചത് അതൊക്കെ കുറച്ച് കൂടുതലെടുക്കും. ചോറിൻ്റെ കണ്ടൻറ്റൊക്കെ കുറച്ചു. പണ്ട് എനിക്ക് ഒരുപാട് ചോറായിരുന്നു മൈ ഫേവറേറ്റ്. ചോറ്, ദോശ, കാപ്സ് ഭയങ്കര ഇഷ്ടമല്ല. അത് ഞാൻ പണ്ടും ഈ ജങ്ക്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ബേക്കറി ഐറ്റംസോ അങ്ങനെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഈ ചോറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഒരു കൂമ്പാരം പോലെ ചോറ്. പിന്നെ ഇപ്പം അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ചോറ് കുറച്ചും കറികൾ കുറച്ച് കൂടുതലും എടുത്തു. അപ്പോൾ തന്നെ നമ്മളെ വയറ് നിറയും. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. അപ്പം ഗ്രാജുവലി നമ്മൾ ജിമ്മിൽ പോകുന്നത്, നമ്മൾ ഈ ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവും. നല്ല പിമ്പിൾസ്, ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ മാറും. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും. ഇതിനൊക്കെ പുറമേ നമുക്കൊരു സ്ട്രെസ് റിലീഫാണ് സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. വിച്ച് ഇമ്പ്രൂവ്സ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ഇയേഴ്സായി ഐ എം മെയിൻറ്റെയിനിങ് ദ വെയ്റ്റ്. അപ്പം ഞാൻ ഒരു 28 ഇയേഴ്സിലായിരുന്നു എൻ്റെ ഡെലിവറി സമയത്ത് നല്ലപോലെ തടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പതുക്കെ ഒരു ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഐ എം ബാക്ക് ടു നോർമലായി. പിന്നെ നമ്മൾ ഈ എക്സ്കർഷൻ വെക്കേഷൻസിനൊക്കെ പോകുമ്പോഴും ഒക്കെ നല്ലപോലെ കഴിക്കാറുണ്ട്. ദെൻ ബാക്ക് ടു വന്നിട്ട് എൻ്റെ റുട്ടീനിലോട്ട് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 ഇയേഴ്സായിട്ട് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്ക് ടു എൻ്റെ പഴയ ഒരു ഇതിലോട്ട് പോകുന്നത് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ. ഞാനിപ്പോൾ പറയുന്നത് തന്നെ ആരെങ്കിലും ഇപ്പം എബൌട്ട് ടു സ്റ്റാർട്ട്, ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ. അല്ലാതെ ഇപ്പം അവരവരുടെ ഇതിൽ അവർ കോൺഫിഡൻ്റ് ആണ്, കംഫർട്ടബിൾ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് തിങ്. അത് നല്ലൊരു കാര്യമാണ്. അതിലോട്ടായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഒരു ചെറിയ സ്റ്റോറിയാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ആവട്ടെ. ഇത് ഇപ്പോഴും സമയം താമസിച്ചിട്ടില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. നമ്മളുടെ കാര്യത്തിന്, നമ്മുടെ സെൽഫ് കെയറിന് മിനിമം ഒരു 1 hour മാറ്റി വയ്ക്കേ പറ്റുള്ളൂ. എനിക്കൊരു മോനുണ്ട്. പല രീതിയിലുള്ള ഷെഡ്യൂൾസ് ഇതുമായിട്ടൊക്കെ ഭയങ്കര ബിസിയാണ്. എന്നാലും 1 മണിക്കൂർ അവനവന് വേണ്ടി മാറ്റി വച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ 30+ കഴിഞ്ഞവർ മെയിൻലി അവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. നമ്മുടെ ജോയിൻസ് ഒക്കെ നന്നായിട്ട് മൂവ് ചെയ്യിപ്പിക്കുക. വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് നമ്മുടെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി, തൈറോയിഡ് എല്ലാം കോൺസ്റ്റൻ്റ്ലി നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പോസ്റ്റ്പാർട്ടം വെയ്റ്റ് ലോസ്, അല്ലാതെ തന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഡയറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫാസ്റ്റിംഗ് തന്നെ പല റേഞ്ചിൽ വരുമല്ലോ. 14:12, 16:18, അങ്ങനെ പല റേഷ്യോസിലും വരും. 16:8, അങ്ങനെ പല റേഷ്യോസിലും വരുന്ന ഫാസ്റ്റിങ്സ് ഉണ്ട്. 12:12 ഉണ്ട്. അങ്ങനെ പല ഫാസ്റ്റിംഗ് റേഷ്യോസും ഉണ്ട്. അപ്പം ഞാൻ അതിൽ ഏതെടുത്തതെന്നൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാം. പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ഗീവ് സജഷൻസ്. നിങ്ങൾക്ക് പോസ്റ്റ്പാർട്ടം വെയ്റ്റ് ലോസിൻ്റെ ടിപ്സ് ആൻഡ് ഇത് വേണോ, ഞാൻ എങ്ങനെയാണ് കുറച്ചെന്നുള്ളൊരു
എപ്പിസോഡ് ചെയ്യണോ അതൊക്കെ പറയുക. ഓക്കെ, ദെൻ സ്റ്റേ ഹെൽത്തി, പ്ലീസ് ഡു സപ്പോർട്ട്. ടാറ്റ, ബൈ ബൈ. ഓക്കെ, സീ യു.